ബീഹാറിലും വഖഫ് ബോർഡിന്റെ അതിക്രമം 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേൽ അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ് 30 ദിവസത്തിനകം ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം നൽകി വഖഫ് ബോർഡ്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും. ഗൗതം, ഈ വഖഫ് ബോർഡിന്റെ ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗം അതിനെതിരെ കേന്ദ്ര സർക്കാർ വലിയ മുന്നേറ്റവും അല്ലെങ്കിൽ പാർലമെന്റിൽ വലിയ നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ബീഹാറിൽ വഖഫ് ബോർഡ് 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേൽ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അവിടെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഇത് തടയാൻ കഴിയുന്ന എന്തെങ്കിലും സാഹചര്യമുണ്ടോ ഗൗതം അനന്തനാരായണൻ? വിനോദ്, ഇപ്പോൾ ഈ ഗ്രാമവാസികൾ ബീഹാറിലെ പട്നയ്ക്ക് സമീപമുള്ള ഗോവിന്ദ്പൂർ എന്ന ഗ്രാമത്തിലാണ് ഈ വിചിത്രമായ സംഭവം അരങ്ങേറിയത്. ഇപ്പോൾ ഈ ഗ്രാമവാസികൾ പട്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡ് ഇത് ആദ്യമായല്ല ഇത്തരം മറ്റു മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങൾക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുന്നത്. നേരത്തെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ 1500 വർഷം പഴക്കം ചെന്ന സുന്ദരേശ്വര ക്ഷേത്രത്തിന് മേൽ ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ട് നേരത്തെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഗുജറാത്തിലെ ദ്വാരകയിലെ ഒരു ദ്വീപ് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ട സംഭവമുണ്ട്. ഇത്തരത്തിൽ മറ്റു മതവിഭാഗക്കാർ താമസിക്കുന്നതും അവരുടെ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ തങ്ങളുടേതാണ് എന്ന് പറയുകയും അതിൻ്റെ മേൽ അവകാശവാദവും ഉന്നയിക്കുവാൻ വഖഫ് ബോർഡിന് കരുത്ത് നൽകിയത് ഈ പ്രത്യേക നിയമമാണ്. അത് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ചെയ്തു നൽകിയിട്ടുള്ള പ്രത്യേക നിയമത്തിൻ്റെ അധികാരത്തിലാണ് ഇത്തരം അവകാശവാദങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ബോർഡ് ഉയർത്തിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ബീഹാറിലെ ഈ ഗോവിന്ദ്പുര എന്നത് 95% ഹിന്ദുക്കൾ താമസിക്കുന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിന് മേലാണ് ഇപ്പോൾ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇത് വഖഫ് ഭൂമിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ഗ്രാമവാസികളോട് 30 ദിവസത്തിനകം ഈ പ്രദേശം വിട്ട് പുറത്തേക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയുമാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഗ്രാമവാസികൾ ബീഹാർ ഹൈക്കോടതിയെ, പട്ന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും എന്തിനാണ് മോദി സർക്കാർ ഇത്തരത്തിൽ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമായി ഇപ്പോൾ ബീഹാറിലെ ഗോവിന്ദ്പുര ഗ്രാമത്തിലെ സംഭവ വികാസങ്ങൾ മാറുകയാണ്. വിനോദ്, തീർച്ചയായും വഖഫ് ബോർഡിൽ നിയമ ഭേദഗതി ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമാക്കുന്ന സംഭവവികാസങ്ങളാണ് ബീഹാറിൽ അരങ്ങേറുന്നത്. ബീഹാറിലാണ് വഖഫ് ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള കയ്യേറ്റം നടക്കുന്നത്. 95% ഹിന്ദുക്കളുള്ള ഗ്രാമത്തിന്മേലാണ് അവകാശവാദവുമായി സുന്നി വഖഫ് ബോർഡ് രംഗത്ത് വരുന്നത്. ഒരു മാസത്തിനകം ഈ ഗ്രാമം വിടാൻ ഗ്രാമവാസികൾക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.